എപ്പോ വേണമെങ്കിലും പൊട്ടിത്തെറിക്കാൻ നിൽക്കുന്ന അഗ്നിപർവ്വതം പോലെ വൃന്ദാവനം. ഇന്നലെ ഞാൻ അങ്ങോട്ട് വിളിച്ചപ്പോ ഫോണിലൂടെ ഞാൻ കേട്ടു. ആവണി ആ കോൾ അറ്റൻഡ് ചെയ്തേന്ന് തോന്നുന്നു. ഞാൻ ആകെ തകർന്നു പോയി മോളെ. അച്ഛനും അമ്മയ്ക്കും ഒന്നും പറയാനും ചെയ്യാനും പറ്റുന്നില്ല. ഇതിനിടയ്ക്ക് മീരടുത്ത് ഞങ്ങളെ ടെൻഷൻ അടുപ്പിച്ച് ആരോടും പറയാതെ വീട്ടിൽ നിന്ന് പോയി. അമ്മയെ കണ്ടില്ലേ? എനിക്കിപ്പോ അമ്മയെ കാണണം. മോളെ, അമ്മ ഇപ്പൊ വരും. മോള് കരയണ്ട. ആൾക്കാരുടെ മുന്നിൽ പോയി കടം തീർക്കാൻ കൈ നീട്ടുന്നത് കണ്ട് സഹിക്കാനാവാതെ ഞാൻ വീട്ടിൽ പോയി അച്ഛനോട് കുറച്ച് പൈസ വാങ്ങിക്കൊണ്ടു വന്നതാ. എനിക്ക് വേണ്ട ആരും പിച്ചക്കാശ്. നമ്മുടെ ജീവിതത്തില് നമ്മൾ ഇങ്ങനെയൊന്നും കണ്ടിട്ടില്ലല്ലോ മോളെ. ആലോചിക്കാൻ പോലും എനിക്കാവുന്നില്ല. അനൂപേട്ടനാണെങ്കിൽ ആകെ ഭ്രാന്ത് പിടിച്ച പോലെ ചില നേരത്തെ പെരുമാറുന്ന. സഹി കെടുമ്പോ മീരടുത്തേയും പ്രതികരിക്കും. അത് വലിയ വഴക്കാവും. ഇപ്പൊ അയൽവക്കക്കാരൊക്കെ ചോദിച്ചു തുടങ്ങിയ എന്താ പ്രശ്നമെന്ന്. നാണക്കേട് കാരണം ആൾക്കാരുടെ മുഖത്ത് നോക്കാൻ പറ്റുന്നില്ല ചേച്ചി. ഒക്കത്തിനും കാരണം ഞാനാ മോളെ. എന്റെ ചികിത്സയ്ക്കും കല്യാണത്തിനും വേണ്ടിയല്ലേ ഇത്രയും ചെലവുകളും കടങ്ങളും ഒക്കെ വന്നു കൂടിയത്. സത്യത്തിൽ ഞാൻ കല്യാണം കഴിക്കണ്ടായിരുന്നു. മതി. പിന്നെ നീ അങ്ങ് തീരുമാനിച്ച മാത്രം മതിയല്ലോ. ആദ്യ വഴിയിൽ പഠനം നിർത്താനായിരുന്നെങ്കിൽ സർക്കാർ കോളേജിലും മെറിറ്റിലെ സീറ്റ് കിട്ടിയിട്ടും നിന്നെ ഇന്റർനാഷണൽ ലെവലിൽ പഠിപ്പിക്കാൻ വേണ്ടിയാ ലക്ഷങ്ങൾ കൊടുത്ത് സെൽഫ് ഫിനാൻസ് കോളേജിൽ തന്നെ ചേർത്തത്. അത് മറക്കണ്ട. ഇവളെ എങ്ങനെ ഞാനിപ്പോ സഹായിക്കാം? മോളെ, ഇത് നമ്മുടെ അച്ഛൻ വാങ്ങി തന്ന പൊന്ന. നീ ഇത് പണയം വെക്കോ വിൽക്കോ എന്താന്ന് വെച്ചാ ചെയ്തിട്ട് കോളേജിലെ ഫീസ് അടയ്ക്ക. വേണ്ട ചേച്ചി, ഇതൊന്നും വേണ്ട. കൈ ഇങ്ങനെ ഇട്ടേ. ഒന്നും വേണ്ട. ഇതൊക്കെ അച്ഛൻ സ്നേഹത്തോടെ ചേച്ചിക്ക് തന്നതാ. ഇതങ്ങനെ തന്നെ ഇരിക്കട്ടെ. എല്ലാത്തിനും ഭഗവാൻ ഒരു വഴി കാണിച്ചു തരും ചേച്ചി. എനിക്ക് ചേച്ചിയുടെ പ്രാർത്ഥനയും സ്നേഹവും മാത്രം മതി. മോളെ, അങ്ങനെയെങ്കിൽ ഞാൻ സച്ചിനോടൊന്ന് പറയാം. വേണ്ട ചേച്ചി, നമുക്ക് നെല്ലിശ്ശേരി കുടുംബത്തിലുള്ള മാനവും അഭിമാനവും അതങ്ങനെ തന്നെ നിൽക്കട്ടെ. എന്തെങ്കിലും ഒരു വഴി തെളിയുമെന്ന് അനൂപേട്ടൻ പറഞ്ഞിട്ടുണ്ട്. നോക്കാം. ഫൈനില്ലാതെ ഫീസ് അടയ്ക്കാൻ 2-3 ദിവസം കൂടി ബാക്കിയുണ്ട്. എന്തെങ്കിലും ഒരു വഴി അനൂപേട്ടൻ കാണുമായിരിക്കും. ചേച്ചി വിഷമിക്കണ്ട. പൊതുവേ ഞാൻ യാത്രകൾ കുറവായി യാമിനി. കമ്പനി ടൂറൊക്കെ സച്ചിയ.
ക്ലബുകളിലൊന്നും ഞാനില്ല. ഏയ്, ഞാനങ്ങനെ ഒരു സൊസൈറ്റി ലേഡി ആയിട്ടില്ലെന്നാണ് എന്റെ തോന്നല്. റോട്ടറി ക്ലബിൽ നിന്ന് ഇൻവിറ്റേഷൻ കുറെ പ്രാവശ്യം വന്നിരുന്നു. ആ, വെയിറ്റ് ചെയ്യാം, നോക്കട്ടെ. അതെ, കാണാം. ഇന്നും എഴുന്നള്ളിട്ടുണ്ട് അവള്. ആര്? ആ, ആതിര. എനിക്കവളെ കാണുന്നതേ ചതുർത്ഥിയ. ഇപ്പൊ പഴയ നെകളിപ്പൊന്നുമില്ല, അന്നൊന്ന് കൊടുത്തതിന്റെ ഫലം ഇപ്പോഴും ഉണ്ട്. നിനക്ക് ആരോട് മത്സരിക്കണമെന്നോ ഇണങ്ങണമെന്നോ അറിയില്ല. അതാ നിന്റെ കുഴപ്പം. ഞാൻ അവളുമായി സല്ലപിക്കണമെന്നാണ് ചേച്ചി പറയുന്നത്. അങ്ങനൊരു സാഹചര്യം വേണ്ടി വരുമ്പോ വേണം. അതിനെന്താ കുഴപ്പം? നമ്മളൊരു ലക്ഷ്യത്തിലാണ് നിൽക്കുന്നതെങ്കിൽ അതിനൊരു കേന്ദ്രം കാണും. നിന്റെ ലക്ഷ്യം സന്ദീപ, എന്റെ ലക്ഷ്യം ഇത് മൊത്തമാ. ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ നമ്മൾ കേന്ദ്രബിന്ദുവിനെ മാത്രം നോക്കിയാ പോരാ. അതിനെ ചുറ്റിയുള്ള പലതിനെയും നോക്കണം. അവസരോചിതമായി ഇണങ്ങണം, പിണങ്ങണം, തല്ലണം, തലോടണം. ചേച്ചിയുടെ വേദാന്തം ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേരെ പറ. ഇത് റെസ്റ്റ്ലെസ് മൈൻഡിന്റെ പ്രത്യേകത. ഒരു കാര്യം നേരെ ചുവ കേൾക്കില്ല. എടുത്തു ചാട്ടം ഒന്നിനൊരു പോംവഴി അല്ല എനിക്ക്. ഞാൻ പറഞ്ഞില്ലേ, നിന്റെ ലക്ഷ്യം സന്ദീപ. അവനെ ചുറ്റിപ്പറ്റിയുള്ളതെല്ലാം നിനക്ക് വേണ്ടപ്പെട്ടതാ. അതിനിടയ്ക്ക് ആതിര ഇവിടുന്ന് വന്നു. അതാണ് നിന്റെ തെറ്റ്. ആതിര അർച്ചനയുടെ അനിയത്തിയാണ്. നിന്റെയും സന്ദീപിന്റെയും കാര്യത്തിൽ മറ്റാരെക്കാളും സപ്പോർട്ട് ചെയ്യേണ്ട ആളാണ് അർച്ചന. അവളുടെ അനിയത്തിക്കും അതിൽ നല്ലൊരു പങ്കുണ്ടാവും. ഇപ്പൊ മനസ്സിലായല്ലോ നിനക്ക് കാര്യങ്ങളുടെ കിടപ്പ്. അതിന് അവൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നീർക്കോലി കടിച്ചാലും അത്താഴം മുടങ്ങുന്ന കേട്ടിട്ടുണ്ടോ? നീയും സന്ദീപുമായിട്ടുള്ള വിവാഹം ചർച്ചയാകുന്ന സമയത്ത് തീർച്ചയായിട്ടും അർച്ചന അത് ആതിരയോട് ചർച്ച ചെയ്യും. ആതിര എന്തു പറയും? നീ ദേവതയാണ്, ഉത്തമ കുലസ്ത്രീയാണ്, സന്ദീപിന് ഇതിൽ പരം വേറൊരു പെണ്ണിനെ കിട്ടാനില്ല എന്നൊക്കെ പറയോ? ഇല്ലല്ലോ. എടുത്ത വായിലെ എന്തു പറയുന്നത് നിനക്ക് ഊഹിക്കാലോ. സന്ദീപിന്റെ ജീവിതം നശിപ്പിക്കില്ലേ ചേച്ചി എന്നേ പറയൂ. അതിന് അർച്ചന പറയുന്ന മാത്രമാണ് ഇവിടെ വേദവാക്യം. ചേച്ചിക്ക് റോളൊന്നുമില്ല. അതവിടെ നിൽക്കട്ടെ. ആതിരയ്ക്ക് നിന്നെ പറ്റിയുള്ള അഭിപ്രായം അതായിരിക്കുമല്ലോ. അതായിരിക്കും എന്നല്ല, അതങ്ങനെ തന്നെയാണ്. ആയിക്കോട്ടെ, എനിക്ക് അവളുടെ ഗുഡ് കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് വേണ്ടെങ്കിലോ? അവിടെയാണ് നീ ഇപ്പൊ ചോദിച്ച ചോദ്യത്തിന്റെ പ്രസക്തി. നിന്റെ കല്യാണം ആര് തീരുമാനിക്കുമെന്ന്. എനിക്കതിൽ പങ്കില്ലേന്ന്. ഇല്ല എന്ന് തന്നെ ഞാൻ പറയും. കാരണം നീ എന്റെ സ്വന്തം അനുജത്തിയാ. നീ ഈ വീട്ടിൽ എന്റെ കൂടെ കഴിയുന്നിടത്തോളം കാലം എനിക്ക് സന്ദീപിന് വേണ്ടി നിന്നെ ആലോചിക്കാൻ പറ്റില്ല. അതെന്താ, എന്റെ സ്വഭാവം അത്രയ്ക്ക് മോശമായതുകൊണ്ടോ? അതൊക്കെ പിന്നത്തെ കാര്യം. എനിക്കായിട്ട് നിന്നെ സന്ദീപിന് വേണ്ടി പ്രൊപ്പോസ് ചെയ്യാൻ കഴിയില്ല എന്നാ ഞാൻ പറഞ്ഞേ. പിന്നെ അങ്ങനൊരു ആലോചന അർച്ചനയിലൂടെ, അതായത് ഈ വീട്ടിലെ ശ്രദ്ധാകേന്ദ്രമായ അർച്ചനയിലൂടെ നടത്തിയെടുക്കേ നിവർത്തിയുള്ളൂ. അവൾ അത് പറഞ്ഞ അതിൽ വേറൊരു ആലോചന ഉണ്ടാവില്ല. അത് വേറാരും എതിർക്കില്ല, നിന്റെ ശത്രുവായ സ്നേഹ പോലും. അവരെയൊക്കെ പറഞ്ഞു മനസ്സിലാക്കാനുള്ള കഴിവ് അവക്കുണ്ട്. പക്ഷേ അവൾ ഇതാദ്യം ചർച്ച ചെയ്യുന്നത് ആതിരയോടായിരിക്കും. അതാണ് ഞാൻ പറഞ്ഞത്, പലരും പലതുമായി നന്നായി ബന്ധപ്പെട്ട് കിടക്കുന്നു. പക്ഷെ ചേച്ചി, അവൾ ഇവിടെ വരുന്ന എനിക്ക് തീരെ പിടിക്കുന്നില്ല. എന്തിനാ ഇടയ്ക്കിടയ്ക്ക് അവൾ ഇങ്ങോട്ട് ഓടി വരുന്നത്? അവള് വരുന്നത് അവളുടെ ചേച്ചിയെ കാണാനാ. അവള് വന്നിട്ട് പൊയ്ക്കോട്ടെ, ഇവിടെ താമസിക്കുന്നൊന്നുമില്ലല്ലോ. ഇപ്പോ ഞാൻ ഇവിടെ, നീ വേറൊരിടത്ത് വരുന്നെങ്കിൽ നീയും ഇതുപോലെ ഓടി വരില്ലേ? അങ്ങനെ കണ്ടാ മതി. നീ അവളെ വെറുതെ ചൊറിയാതിരുന്നാ മതി. ആരാ ചേച്ചി? ഡോക്ടർ സന്ധ്യ. ചേച്ചി കോൾ എടുക്ക്. ഫോൺ എടുത്തിട്ട് ഇപ്പൊ എന്ത് പറയും? അവരെന്തിനാ വിളിക്കുന്നതെന്ന് അറിയില്ലല്ലോ. അത് എടുത്താലല്ലേ അറിയൂ. വേറൊന്നിനും ആയിരിക്കില്ലല്ലോ, അർച്ചനയുടെ കാര്യങ്ങൾ അന്വേഷിക്കാനായിരിക്കും.
അവന്തിക എന്താവും ഫോൺ എടുക്കാത്തത്? എന്നിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന പോലെ ഫീൽ ചെയ്യുന്നത്. ഫോൺ എടുക്കാതിരിക്കുന്നത് നല്ലതല്ല ചേച്ചി. എല്ലാ കാര്യത്തിലും ബോൾഡായി ചേച്ചി. എന്തിനാ ഈ ഡോക്ടർ മാത്രം ഭയപ്പെടുന്നേ? ദാ എടുക്ക. ഹലോ. ആ ഡോക്ടർ, ഞാൻ ബിസിയായിരുന്നു. പറയൂ. ഞാൻ അവന്തികയുടെ ഒരു കോള് പ്രതീക്ഷിച്ചിരുന്നു. ആ ഞാൻ വിളിച്ചിരുന്നു ഇന്നലെ രാത്രിയിൽ, കിട്ടിയില്ല. എന്തോ റേഞ്ചിന്റെ പുറത്താണെന്നോ മറ്റോ പറഞ്ഞു. ഞാനെപ്പോഴും റേഞ്ചിനകത്ത് തന്നെ അവന്തിക. അതെനിക്കറിയാം. ഞാനതല്ല ഉദ്ദേശിച്ചത്. വിളിച്ചപ്പോ. ആയിക്കോട്ടെ, അതൊക്കെ എനിക്ക് മനസ്സിലാവും. എനിക്ക് അർജന്റായി അവന്തിക ഒന്ന് കാണണം. അതാ ഞാൻ വീട് തേടി വന്നേ. പക്ഷേ 2 ദിവസത്തേക്ക് ഞാനൊട്ട് ഫ്രീ അല്ല. കമ്പനി റിലേറ്റഡ് മീറ്റിംഗ്സ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഉടനെ കാണാം. അതിനിടയിൽ ഒരു അരമണിക്കൂർ സ്പെൻഡ് ചെയ്യാൻ കഴിയില്ല? ഓക്കെ ഓക്കെ, അങ്ങനെ പറ്റുമെങ്കിൽ ഞാൻ വിളിക്കാം. ഒന്നുകിൽ ഞാൻ അങ്ങോട്ട് വരാം, അല്ലെങ്കിൽ നമുക്ക് കൺവീനിയന്റ് ആയി എവിടെയെങ്കിലും ഇരിക്കാം. ആയിക്കോട്ടെ. ഞാൻ അന്ന് തന്നിരുന്നില്ലേ, ആ മെഡിക്കൽ റിപ്പോർട്ട് കൂടി എടുക്കണം. അല്ല, അതിപ്പോ അത് ഞാൻ തിരയാ. അത് എവിടെ വെച്ചോന്ന് എനിക്കറിയില്ല. നോക്കാം, എങ്ങനെയും തപ്പിയെടുത്തോളാം. അത് സാരമില്ല. സ്കാൻ റിപ്പോർട്ടല്ലേ, അത് ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് എടുപ്പിക്കാം. ഓക്കെ. ഡോക്ടർ സന്ധ്യയുടെ ഉദ്ദേശം എന്താണെന്നറിയില്ല. പക്ഷേ അവര് റിപ്പോർട്ടിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുന്നുണ്ട്. ചേച്ചി, ഇതിപ്പോ സന്ധ്യ ഡോക്ടറിന്റെ ഫൈൻഡിങ്സ് ആണല്ലോ. അതിപ്പോ എത്രമാത്രം ശരിയാണെന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. ഡോക്ടേഴ്സിനും തെറ്റുപറ്റാലോ. അത് സ്കാൻ റിപ്പോർട്ടല്ലേ, അതിലെന്ത് പറ്റാനാ? നമുക്കൊരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാം. ഒന്നുകിൽ ഇതേ റിപ്പോർട്ട് കൊടുക്കാം, അല്ലെങ്കിൽ അർച്ചനെ പുതിയൊരു സ്കാനിങ്ങിന് വിധേയാക്കണം. വരുമ്പോ ഒന്നിലും അവനൊരു വിശ്വാസം ഇല്ലാതെ വരും. അനൂപേ, ഞാൻ ഓഫീസിലേക്ക് പോവാ. കുറച്ച് വർക്ക് തീർക്കണം. വരാൻ വൈകും. നീ ഇത് ആരെ കേൾപ്പിക്കാൻ പറയുവാ? അന്തരീക്ഷത്തിനോടോ? നീ ഒന്നും കഴിക്കുന്നില്ലേ? വേണ്ട, ഞാൻ പുറത്തുനിന്ന് കഴിച്ചോളാം. ഓ, അപ്പൊ നിനക്കും കൂടെ വേണ്ടി നിന്റെ ഭാര്യയും അമ്മയും നേരത്തെ എഴുന്നേറ്റ് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന വേണ്ട അല്ലേ? എത്ര കാലം ഇങ്ങനെ പുറത്തുനിന്ന് കഴിക്കും? അത് മനസ്സിലാക്കാൻ കുറച്ചെങ്കിലും സ്നേഹം വേണോ അച്ഛാ? മര്യാദയ്ക്ക് വന്നിട്ട് കഴിക്കടാ. എനിക്കൊന്നും വേണ്ട. നിനക്ക് ഇത്ര ശാഠ്യം കൂടുതലാട്ടോ. ഒന്നുകിലൊരു കൊച്ചിന്റെ തന്തയാണെങ്കിലും ഓർക്കണം. നീ ഇരിക്കടാ അവിടെ. നീ അവന് വേണ്ട എന്നാന്ന് വെച്ചാൽ കൊടുക്ക്. മോളെ, നീ ആ പണം ഇങ്ങെടുത്തു വന്നേ.
അനൂപേ, ഒരാളെ മുറിപ്പെടുത്താൻ ആയുധമൊന്നും വേണ്ട. ഒരു നോട്ടം മതി. മുഖത്ത് വരുന്നൊരു വെറുപ്പോ അവഗണനയോ മതി. മോൾ ആ പണം അവന് കൊടുത്തേ. ഈ പണം നിനക്കാരെങ്കിലും ദാനം തന്നതായിട്ട് കരുതണ്ട അനൂപേ. എങ്കിൽ ഞാൻ നിനക്ക് തരുന്നതും ദാനമാണല്ലോ. മീരയുടെ അച്ഛൻ നിന്നെ സംബന്ധിച്ച് എന്റെ സ്ഥാനത്താ. ആ അച്ഛൻ തരുന്ന പണം നീ സന്തോഷത്തോടെ സ്വീകരിക്കുക വേണ്ടത്. വലിച്ചെറിയുന്നത് അദ്ദേഹത്തെ അപമാനിക്കുന്നതിന് തുല്യവാ. അത്യാവശ്യം കൊടുക്കാനുള്ള കടമൊക്കെ വീട്ട്. അവളുടെ സ്കൂൾ ഫീസും ബസ് ഫീസും കെട്ടണം. ആതിരമോളെ പണം ഞാൻ എങ്ങനെ അടച്ചോളാം? ആ വാ മോളെ, ഇരിക്ക്. അയ്യോ വേണ്ട, ഞാൻ ഇപ്പൊ തന്നെ പോവാ. വിശേഷങ്ങൾ പറഞ്ഞു പറഞ്ഞ് രണ്ടാളും സങ്കടത്തിലായെന്ന് തോന്നുന്നു. അത് പിന്നെ ഇവരുടെ സ്ഥിരം പരിപാടിയാണല്ലോ അച്ഛാ. വല്ലപ്പോഴൊരിക്കലും ആതിര വരും. തിരിച്ചു പോകുമ്പോ ഏട്ടത്തിയുടെ അനിയത്തിയുടെ മുഖം കരഞ്ഞു കലങ്ങിയതുപോലെ ഇരിക്കും. അത് പിന്നെ സങ്കടം കാണില്ലേ? തീർച്ചയായും കാണും മോളെ. നിനക്ക് ഇടയ്ക്കൊക്കെ ഒന്ന് ചേച്ചി ഒന്ന് കണ്ടൂടെ? മാഷിനോടും കമലയോടും ഇങ്ങോട്ട് ഇറങ്ങാൻ പറയണം. അച്ഛനിപ്പോ അങ്ങനെ തനിയെ എങ്ങോട്ടും പോവാറില്ല. എന്നാ ഇടയ്ക്കൊക്കെ ഒന്ന് വിളിക്കാലോ, അതും കുറവല്ലേ? പൊതുവെ അച്ഛൻ ഫോൺ വിളി വളരെ കുറവാ. ആരെങ്കിലും എന്തെങ്കിലും വിളിച്ചു ചോദിച്ചാൽ രണ്ട് വാക്കിൽ നിർത്തും. ഇവിടെ അങ്ങനെ തന്നെ ആതിര. അച്ഛന് ഫോൺ അലർജിയാ. ചോദ്യവും ഉത്തരവും മാത്രം. ഞങ്ങളൊക്കെ പഴയ ആൾക്കാരല്ലേ. മുഖത്തോട് മുഖം നോക്കി സംസാരിക്കുന്ന ഇഷ്ടം. അനൂപ് കമ്പനി പോകുന്നുണ്ടല്ലേ? കുറച്ചുകൂടെ ശമ്പളം കിട്ടുന്ന കമ്പനിയിലേക്കൊന്ന് മാറാൻ പറഞ്ഞൂടെ? അനൂപേട്ടൻ അവിടെ തന്നെ വർക്ക് ചെയ്യും. ഞങ്ങളെല്ലാരും കുറെ പറഞ്ഞു നോക്കിയതാ വേറെ കമ്പനി നോക്കാൻ. ചിലരങ്ങനെയാ മോളെ, കിട്ടുന്നത് കൊണ്ട് സന്തോഷത്തോടെ ജീവിക്കും. നോക്കട്ടെ, ഞാൻ അനൂപിനോട് സംസാരിക്കാം. മോളിവിടെ നിൽക്കേ. സന്ദീപ് ഒന്ന് വരുമോ? എന്താ എടുത്തി? അത് മോന്റെ കയ്യില് എന്തെങ്കിലും കാശിരിപ്പുണ്ടാവോ? പിന്നെ നിങ്ങളുടെ കോളേജിൽ കഴിഞ്ഞ ദിവസം സ്ട്രൈക്ക് ആയിരുന്നു എന്ന് കേട്ടു. ആ പിന്നെ ആകെ ബഹളമായിരുന്നു. എന്തായിരുന്നു പ്രശ്നം? അവിടെ അങ്ങനെ പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണം വേണോ സ്ട്രൈക്കിന്? എത്ര വേണം എടുത്തി? ഒരു 1000 മതി. ഞാൻ ഒന്നാമതേ പണം കൈക്കൊണ്ട് നടക്കാറില്ല. ഞാൻ ഏട്ടനോട് അച്ഛനോട് വാങ്ങിത്തരാം. അയ്യോ അതൊന്നും വേണ്ട സന്ദീപേ, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ഏടത്തേക്ക് ഏട്ടനോട് ചോദിച്ചാൽ എന്താ? ഏടത്തിയുടെ ഭർത്താവല്ലേ? അതിലെന്താ എത്ര കുറച്ചില്? ഞാനാണേ പോക്കറ്റിൽ നിന്ന് പേഴ്സ് എടുത്ത് ആവശ്യത്തിനുള്ള പണം എടുത്തിട്ട് തിരിച്ചു കൊടുക്കും. എന്റെ പരിപാടി അതാ. ഏടത്തി വിഷമിക്കണ്ട, ഒരു മിനിറ്റ്. ചില ക്ലാസ് ആണെങ്കിൽ ഭയങ്കര ബോറാ. നോക്കിയിട്ടില്ല. ഇവര് കാശ് മുഴുവൻ അടിച്ചു മാറ്റും കേട്ടോ. എനിക്ക് എന്റെ ഏട്ടന്റെ പോക്കറ്റ് അല്ലാതെ നാട്ടുകാരുടെ പോക്കറ്റ് അടിക്കാൻ പറ്റുമോ? മരമണ്ടി. ഇത് എനിക്ക്. നീയും വെച്ചോ നിന്റെ കൈക്കൂലി. എടാ എന്തെങ്കിലും ബാക്കി വെച്ചേക്കണ ഇതില്.
പേഴ്സിൽ നിറയെ പണമുണ്ട്. ആർക്കൊക്കെ പോക്കറ്റ് മണി വേണം? പറഞ്ഞോ പറഞ്ഞോ. ആ എഴുത്തിക്ക് വേണ്ടേ?